ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? 10ാം ക്ലാസ് വെക്കേഷൻ എല്ലാവരും അടിപൊളിയായി തന്നെ ആഘോഷിക്കുകയായിരിക്കും. ഉടനെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരുന്നതാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഏറ്റവും മികച്ച റിസൾട്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തർക്കും കാത്തിരിപ്പുള്ളത്. കോൺഫിഡൻ്റ് ആയി തന്നെ ഇരിക്കുക. ഇനി പല കുട്ടികളുടെയും വലിയൊരു സംശയമാണ്, 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ ഏത് സ്ട്രീമാണ് തിരഞ്ഞെടുക്കേണ്ടത്? സയൻസ് സ്ട്രീമാണോ കൊമേഴ്സ് സ്ട്രീമാണോ? അതിന് നിങ്ങൾ കാണുന്ന ഒരു മെയിൻ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഏത് സ്ട്രീം എടുത്താലാണ് അതുമായി ബന്ധപ്പെട്ട ജോലിക്ക് ഏറ്റവും കൂടുതൽ സാലറി ഉണ്ടാവുക. കാരണം ഇപ്പോഴുള്ള കുട്ടികൾക്ക് പ്രധാനമായും നിങ്ങൾ നോക്കിക്കാണുന്നത് ഈ ജോലിക്കുള്ള ശമ്പളം മാത്രമാണ്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത്. ഏത് സ്ട്രീമിലുള്ള ജോലിക്കാണ് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത്, ഏത് സ്ട്രീമിലുള്ള ജോലിയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. സോ ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. കൊമേഴ്സ് ഓർ സയൻസ്? ആദ്യം തന്നെ ഞാൻ പറയാനുള്ളത് മക്കളെ, രണ്ട് സ്ട്രീമിലും വാസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഇപ്പോൾ നിങ്ങൾ സയൻസ് സ്ട്രീം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയർ, ഡോക്ടർ, മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾക്ക് ഒട്ടനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സിമിലർ വേ നിങ്ങൾ കൊമേഴ്സ് സ്ട്രീം ചൂസ് ചെയ്യുകയാണെങ്കിലും CA, ACCA, CMA തുടങ്ങിയ ഒട്ടേറെ ഓപ്ഷൻസ് അവിടെയും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ രണ്ടും അത്യാവശ്യം വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ട്രീംസ് തന്നെയാണ്. സോ അതിനെ പറ്റിയല്ല, മറിച്ച് ഇനി സാലറിയിലോട്ട് വരാം. അതിനൊരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞു തന്നെ ഞാൻ തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ടീച്ചിങ് പ്രൊഫഷൻ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാസം 15,000 രൂപ ശമ്പളം മേടിക്കുന്ന ടീച്ചർമാരും ഉണ്ട്, ലക്ഷങ്ങൾ മാസം ശമ്പളം മേടിക്കുന്ന ടീച്ചർമാരും ഉണ്ട്. സോ അവിടെ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ജോലി തന്നെയാണ്, പക്ഷെ അവർക്ക് ലഭിക്കുന്ന സാലറി ഡിഫറെൻ്റ് ആണ്. അതിന് കാരണം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷനിൽ നിങ്ങൾ എത്രത്തോളം സ്കിൽഫുൾ ആണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ഇടയിൽ സന്തോഷ് ജോർജ് കുലയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ട കാര്യമാണ്, അതെനിക്ക് ഇവിടെ കോട്ട് ചെയ്യാൻ തോന്നി. അതായത് നിങ്ങൾക്ക് 1 രൂപ പോലും ശമ്പളം ഇല്ലാഞ്ഞിട്ടും ആ ജോലി നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ആ ഒരു പ്രൊഫഷനാണ്, ആ ഒരു കരിയറാണ് നിങ്ങൾ എല്ലാവരും ചൂസ് ചെയ്യേണ്ടത്. കാരണം ഒരു മടുപ്പുമില്ലാതെ പാഷനേറ്റ് ആയിട്ട് നമുക്കൊരു ജോലി ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ കരിയർ, അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന കാര്യം നിങ്ങൾ തീരുമാനിക്കുക. സോ ആ രീതിയിൽ വേണം നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾ ചൂസ് ചെയ്യാൻ. സോ അവിടെയാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ അയൽപക്കത്തെ ചേട്ടൻ പറഞ്ഞിട്ടോ നിങ്ങൾ സയൻസ് ഓർ കൊമേഴ്സ് ചൂസ് ചെയ്യരുത്. കാരണം അവരും നിങ്ങളും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. എല്ലാവരും യുണീക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ തലച്ചോറിലുള്ളതോ അല്ലെങ്കിൽ അവരുടെ സ്കിൽസോ അല്ല നമുക്കുള്ളത്. നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനോ ഒരുപോലെ ജോലി ചെയ്യാനോ സാധിക്കുകയില്ല. സോ അതിനാൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ആപ്റ്റ് ആയിരിക്കുന്നത്, നിങ്ങളത് അത്യാവശ്യം സമയമെടുത്ത് തന്നെ തിങ്ക് ചെയ്യുക. കാരണം പലർക്കും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് സാധിക്കണമെന്നില്ല, അത്യാവശ്യം സമയമെടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. സോ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിന് അതിൻ്റേതായ സമയമുണ്ട്, സ്വന്തമായി ആലോചിച്ച് തന്നെ തീരുമാനിക്കുക. പിന്നെ അടുത്തൊരു പ്രശ്നം, സാർ എനിക്ക് സയൻസ് സ്ട്രീം എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് 10ാം ക്ലാസ്സിൽ സപ്പോസ് ഒരു 4-5 A+ ലഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് സയൻസ് സ്ട്രീം എടുക്കാൻ സാധിക്കുമോ? അപ്പോൾ എൻ്റെ പാഷനും എൻ്റെ കരിയറും ഒക്കെ എനിക്ക് മാറ്റി നിർത്തിയിട്ട് എനിക്ക് കിട്ടുന്ന ഒരു കോഴ്സിന് പോവേണ്ട ഒരു സാഹചര്യം വരികയില്ലേ എന്ന് പലരുടെയും സംശയമാണ്. അങ്ങനെയൊന്നും ഇല്ലടാ മക്കളെ, ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ആശിച്ച കോഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ ആശിച്ച സ്ട്രീമോ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. പക്ഷേ 2nd, 3rd, 4th തുടങ്ങി കുറേ അലോട്ട്മെൻറ്റ് പ്രൊസീഡിങ്സ് ഉണ്ട്. സോ അതിനുശേഷം സ്കൂൾ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ ആശിച്ച പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ ഉറപ്പായും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ കൃത്യമായി തന്നെ പഠിക്കണം. എനിക്കിപ്പോൾ സയൻസ് സ്ട്രീം കിട്ടി എന്നൊരു ഓവർ കോൺഫിഡൻസിൽ 2 വർഷം അങ്ങ് തുലച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഏറ്റവും ബ്രൈറ്റ് ആയ ഒരു കരിയർ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ഉറപ്പില്ല. സോ അതിനാൽ ആ 2 വർഷം നിങ്ങളുടെ ലൈഫിൽ ക്രൂഷ്യലാണ് എന്ന തിരിച്ചറിവോടെ, എന്ന ബോധ്യത്തോടെ കൃത്യമായിരുന്നു പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കിടിലൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച കരിയർ ഓപ്ഷൻസ് തന്നെയാണ് കാത്തിരിപ്പുള്ളത്. സോ ഏതുമായിക്കോട്ടെ, സയൻസോ കൊമേഴ്സോ, നന്നായി പഠിക്കാൻ തയ്യാറാവുക, ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക, നന്നായി സ്വപ്നം കാണുക. നിങ്ങളുടെ സ്വപ്നങ്ങളിലോട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്തായാലും എത്തിച്ചേരുന്നതായിരിക്കും മക്കളെ. സോ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് കാണാം.